ഗൃഹസഖിയുടെ ഏറ്റവും പുതിയ വിഭവങ്ങളുമായി ഞാൻ തയ്യാർ. ഏവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഗൃഹസഖിയിൽ ഇന്ന് അതിഥിയായെത്തുന്നത് സ്ത്രീകൾ അങ്ങനെ അധികം കടന്നു ചെല്ലാത്ത ഒരു മേഖലയുണ്ട്. ഹസ്തരേഖാശാസ്ത്രവും ജ്യോതിഷ ശാസ്ത്രവും വാസ്തുശാസ്ത്രവും എന്നിങ്ങനെ. അപ്പോൾ ഈ ശാസ്ത്രങ്ങളിലെല്ലാം വിദഗ്ധയായി മാത്രവുമല്ല ധാരാളം ക്ലാസുകളും ഒരു നല്ല വലിയ ശിഷ്യഗണങ്ങളുടെ പട്ടിക തന്നെയുള്ള ശാന്ത മാഡമാണ്. സ്വാഗതം ചെയ്യാം ശാന്ത മാഡം. അപ്പോ ശരിക്കും ഞാൻ പറഞ്ഞപ്പോ തന്നെ പറയണ്ടായി, സ്ത്രീകൾ ഉണ്ട്, എന്നാലും ഇപ്പം അമ്മ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 30ഓളം വർഷമായി അല്ലേ? ഇത്രയും വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. അപ്പം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ എങ്ങനെയാണ് തോന്നിയത് ഹസ്തരേഖാശാസ്ത്രത്തിലോട്ടൊക്കെ കടക്കാമെന്ന്? അത് ജീവിതാനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ജീവിതം ഒരു പ്രതീക്ഷകളുണ്ടാവും, ജീവിതത്തെ പറ്റി ഇങ്ങനെയൊക്കെ ആവും അങ്ങനെയൊക്കെ ആവും, നമ്മൾ ഇന്ന പ്രവൃത്തികൾ ചെയ്താൽ ഇന്ന സംഭവിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് അനുഭവങ്ങൾ വരുമ്പോൾ എന്താണ് അതിന്റെ കാരണമെന്ന് അന്വേഷിക്കുക. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സയൻസിലേക്ക് കടന്നു ചെല്ലാനിടയായത്. അതായത് നമ്മളിപ്പോ പലപ്പോഴും പലരും വിശ്വസിക്കുന്ന സിദ്ധാന്തമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും എന്നുള്ളത്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യാത്തതിനും നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത്. അപ്പം ഇതിലൊക്കെ ഒരു പൂർവ്വജന്മം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെയാണോ ഹസ്തരേഖാശാസ്ത്രവും ജ്യോതിഷവും പറയുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് എപ്പോഴനുഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം അന്വേഷിച്ചാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോ എങ്ങനെയുണ്ട് ഇത്രയും, അതായത് പൊതുവെ നമ്മളൊന്ന് നോക്കിയാൽ തന്നെ അറിയാം, സന്തുഷ്ടരായിട്ടുള്ളവരെല്ലാവരും തന്റെ ഭാവി അറിയണം, അല്ലെങ്കിൽ തനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം എന്നറിഞ്ഞുകൊണ്ട് വരത്തില്ല. പൊതുവെ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും വിഷമം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി കാണും. അപ്പോ ഇങ്ങനെയുള്ള ശരിക്കും ഒരു ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ടും ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ക്യൂരിയോസിറ്റി. അപ്പം അങ്ങനെ ഇത് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ? അപ്പൊ അവർക്കൊരു ബേർഡൻ കാണും, ഒരു ഇമോഷണൽ ബാഗേജ് കാണും, അവരുമായിട്ട് ഡീൽ ചെയ്യാൻ തന്നെ പ്രയാസമാണ് തീർച്ചയായും. എങ്ങനെയാണ് അപ്പം അവരുമായിട്ട് വളരെ ചിരിക്കുന്ന മുഖത്തോടെയാണ് നമ്മളെയും ട്രീറ്റ് ചെയ്യുന്നത്, എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് അവരുമായിട്ടുള്ളൊരു അത് ഓരോ പ്രോബ്ലം ഉള്ളവരാണ് അധികം വരിക. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുട്ടികൾ ഒരു +2 കഴിഞ്ഞ് ഇനി ഏതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്, അങ്ങനെ ഒരു ഗൈഡൻസ്, ഒരു കൗൺസിലിംഗിന് ഏറ്റവും അതേപോലെ അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇത് സയൻസ് ആണോ അങ്ങനെയുള്ള കാര്യം അറിയാൻ വേണ്ടി തന്നെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. പ്രശ്നമുള്ള ആൾക്കാരും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ, അത് ഇത്ര കാലമായി ആ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് അത് ഇത്ര കാലം കഴിയുമ്പോൾ അതിനൊരു സമാധാനം ഉണ്ടാകും എന്ന് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് ഒരു ആശ്വാസമാണ്. അല്ലെ ഇനി എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, ആ ഒരു ഫീലിംഗ് തന്നെ ഈ ഒരു ശാസ്ത്രം കൊണ്ട് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. തീർച്ചയായും മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ശാസ്ത്രം തന്നെയാണ്. തീർച്ചയായും. പക്ഷെ എത്രത്തോളം ഈ ശാസ്ത്രം പോപ്പുലർ ആണോ അത്രത്തോളം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അതായത് എങ്ങനെയാണ് ഒരേ ഹോസ്പിറ്റലിൽ ഒരേ സമയം ജനിച്ച 2 കുട്ടികൾക്ക് ഒരേ ഫേറ്റ് ഉണ്ടാകുന്നത്? അതായത് ഇയാളുടെ ജീവിതം, അതായത് ഇപ്പം ബേസിക്കലി ആസ്ട്രോളജി എന്ന് പറയുന്നത് ബർത്ത് ടൈമിങ്സ് വെച്ചിട്ടാണ് പ്രൈമറിലി നമ്മൾ നോക്കുന്നത്. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ വാദിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് നിങ്ങൾ ഇത്രയും പോപ്പുലർ ആയിട്ട് കടന്നു വരുന്നത്. ഒരേ ഹോസ്പിറ്റലിൽ ഒരേ ലേബർ റൂമിൽ പ്രസവിക്കുമെങ്കിലും ഒരു സംഭവം ഒരു സ്പേസിൽ ഒന്നേ നടക്കുള്ളൂ. മനസ്സിലായില്ല? ഒരേ സ്പേസിൽ. ഇപ്പൊ ഒരു സ്പേസ് നമ്മളിപ്പോ ഒരു വസ്തു ഒരു സ്ഥലത്ത് എടുത്തു വെച്ചാല് ആ ഒരു സ്ഥലത്ത് ആ സാധനത്തിന് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ, വേറൊന്നിനും ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ തീർച്ചയായിട്ടും ഒരു സോളിന്റെ ഭ്രമണ അല്ലെ ഈ ജന്മജന്മാന്തരങ്ങളില് ആ സോളിന്റെ ആർജിതമായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാവും. അത് പറയുന്നുണ്ട് പ്രശ്നമാർഗത്തിലും തന്നെയൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് വീട്ടിൽ ജനിച്ചു, ഏത് സാഹചര്യത്തിൽ ജനിച്ചു, അതൊക്കെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. പിന്നെ മുമ്പെയുള്ള ചോദ്യത്തിന് ഇത് തന്നെയാണ് ഉത്തരം. ഒരു സ്പേസിൽ ഒന്നിനെ സംഭവിക്കാൻ പറ്റുള്ളൂ, ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കാലത്തെ പറ്റിയുള്ള ഒരു വിവേകമാണ്. ഇന്ന കാലത്ത് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ കാലത്തെ പറ്റിയുള്ള ഒരു ശാസ്ത്രമാണ്. അപ്പൊ അത് കാലവും ഇതുമായിട്ട് ബന്ധപ്പെടുത്തുക ചെയ്യുന്നത്. ജ്യോതിഷ ശാസ്ത്രം പോലെ തന്നെ ഏറ്റവും അധികം ആൾക്കാർക്ക് ഉത്കണ്ഠയുള്ള ഒരു ശാസ്ത്രം തന്നെയാണ് ഹസ്തരേഖാശാസ്ത്രം. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ കൈ മടക്കി വെക്കുന്നതനുസരിച്ച് ആ കുട്ടിയുടെ കയ്യിൽ ലൈൻസ് വീഴുന്നു. ഈ ലൈൻസിന് എന്തോരം ആ കുട്ടിയുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ലിങ്ക്